213 സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർമ്മവീതിയിൽ വേർതിരിവില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്നേഹസംഗമത്തിന് ആരംഭം കുറിക്കാം. പ്രാർത്ഥനാകാലം ആലപിക്കുന്നതിനായി കുമാരി ക്ലാര ജോസഫിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. കേൾക്കാമോ? തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥാ ജീവനേ നിത്യസഹായകനേ, അകതാരിലുണവെന്നെ പനിനീര് തൂകിനി അവിരാമമൊഴുകി വരൂ, വരദാനവാരിധി ഫലമേകുവാനായി അനശൂന്യമൊഴുകി വരൂ. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥാ ജീവനേ നിത്യസഹായകനേ, പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ, ആത്മീക സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ. താങ്ക് യു. അതിമനോഹരമായ ക്ലാര പ്രാർത്ഥനാ ഗാനം ആലപിച്ചു. ഏവർക്കും സ്വാഗതം. ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നതിനായി കുമാരി LC പഴുവിലിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. കേൾക്കാമോ? എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും ഗൂഗിൾ മീറ്റ് വഴി നടത്തപ്പെടുന്ന 213 സ്നേഹസംഗമത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന ദൗത്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ സ്നേഹസംഗമം ഒരുക്കിയിരിക്കുന്നത് ദർശന ഗ്രൂപ്പ്. ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ നമ്മുടെ സ്വന്തം റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഈ സ്നേഹസംഗമത്തിന്റെ അധ്യക്ഷം നിർവഹിക്കുന്നതിനായി ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. 213 ഗൂഗിൾ മീറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന കൊരട്ടി സെന്റ് മേരീസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ആൽബിൻ വെള്ളാഞ്ചി അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമത്തിലേക്ക് മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീമതി ഫിനഗർ ഗീവ് ആലപ്പാട്ട് LLB മാമിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമം അതിമനോഹരമായി അവതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കുമാരി ലീന MJ നാട്ടികയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വളരെ ഭംഗിയായി പ്രാർത്ഥനാഗാനം ആലപിച്ച കുമാരി ക്ലാര ജോസഫിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 212 സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും അതോടൊപ്പം ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനുമായി എത്തിയിരിക്കുന്ന നമ്മുടെ ശ്രീ ജോസ് ചേട്ടൻ പരട്ടി ചേട്ടനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബിന്റെ PRO പിയൂസ് കോട്ടപ്പുറത്തിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബിന്റെ കൺവീനർമാരെയും മറ്റെല്ലാ ഭാരവാഹികളെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്നേഹസംഗമത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവസാനമായി സ്നേഹസംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നതിനായി വന്നിരിക്കുന്ന കുമാരി ലിജി PVയെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നു. നന്ദി. വളരെ മനോഹരമായി LC എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു.
അടുത്തതായി ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. ഇന്ന് നമ്മൾ മീറ്റിംഗ് നടത്തുന്നത് ദർശന ഗ്രൂപ്പാണ്. അടുത്ത ആഴ്ച ഡോർഫ് ഫുട്ബോളാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നത് ജെൻസി കുമളി, ഷീല പൗലോസ്. 2018 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രദങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ശിങ്കാരിമേളം ടീം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കുമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക്, കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസമായി ശ്രദ്ധ പതിപ്പിക്കാനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000 സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ വർഷത്തിൽ ഒരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് സ്കൂളിൽ വെച്ച് അത്ലറ്റ് മീറ്റും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലുവേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളും ഉച്ചയ്ക്ക് 1:30 ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരുടെ എല്ലാം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലും സമൂഹത്തിന്റെ മുന്നേറുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. റിപ്പോർട്ട് സ്നേഹിതരെ, 12/7/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 212ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന. അവതരണം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ കോട്ടയം. പ്രാർത്ഥന കുമാരി ലീന MJ നാട്ടിക. സ്വാഗതം കുമാരി ഷാലി വെങ്ങിണിശ്ശേരി. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി.
തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം. നാം ആഗ്രഹിക്കുന്നത് നല്ലതാണ്, നാം പ്രവർത്തിക്കുകയും വേണം. സ്വപ്നങ്ങൾ നേടാൻ ആഗ്രഹിക്കണം. ആരംഭിക്കുക. പങ്കിന്റെ അവസാനമായിരിക്കുന്നു. 26-ാം തീയതി സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ മഴവിൽ മനോരമയിൽ പങ്കെടുപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് പാലക്കാട് രൂപതയിലെ ഡൈംതോട് സെന്റ് ജൂഡ് പള്ളി വികാരി റവറൻ ഫാദർ സിബിൻ കരുത്തി അച്ഛനായിരുന്നു. ഏറ്റവും സ്നേഹമുള്ള ബഹുമാനപ്പെട്ട അച്ഛ, സ്നേഹമുള്ളവരെ, ഇതിൽ കയറാൻ വിളിച്ചതിന് നന്ദി. സോളമച്ചനെ ബാംഗ്ലൂർ വെച്ചറിയാം. ഈ 1:30-ക്ക് ഇത്രയും പേര് വന്ന് ഗൂഗിൾ മീറ്റിൽ എത്തിച്ചേരുക എന്നത് അഭിനന്ദനം അർഹിക്കുന്നു. അച്ഛന്റെ മനസ്സ് വിശാലമാണ്. ഏതൊരു കാര്യത്തിനും ഉണ്ടാകണം. കുറവിനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ കൃപയും തന്നിട്ടുണ്ട്. ജീവിതത്തിൽ സന്തോഷമായിരിക്കുക, നന്നായി ആരംഭിക്കുക, നമ്മളെ ഒന്നിലും തളർത്തി കളയരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യാതിഥിയായി വന്നത് തൃശൂർ അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ടിങ്കിൾ വിൽസൺ ചിറ്റനപ്പള്ളി മാഡമായിരുന്നു. വിഷയം വ്യക്തികളുടെ സാമ്പത്തിക ഭദ്രതയും സമ്പാദ്യശീലം വളർത്തുക എന്നതും. ഞാൻ അമല മെഡിക്കൽ കോളേജിൽ ഡോക്ടറാണ്. സ്നേഹം നിറഞ്ഞ സോളമൻ അച്ഛ, സിബി അച്ഛ, ജോസേട്ടന്റെ റിപ്പോർട്ട് വായിച്ചു കേട്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് മനസ്സിലായി. സാമ്പത്തിക ഭദ്രത, സമ്പാദ്യശീലം വളർത്തുന്നതിനെ പറ്റി വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുക. എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യോഗ അവസാനം നന്ദി പറഞ്ഞത് കുമാരി ട്രീസ മുള്ളൂർക്കര. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് സഭാ സമക്ഷം അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. റിപ്പോർട്ട് പാസ്സാക്കല്ലേ? ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന കൊരട്ടി സെന്റ് മേരീസ് ഫൊറോനോ ചർച്ച് അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ആൽബിൻ വെള്ളാഞ്ചേരി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ്. അതും വ്യത്യസ്തരായ വ്യത്യസ്ത കഴിവുകളുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കണക്ക് പറയുമ്പോഴാണ് ഞാനൊക്കെ ചൂടി പോകുന്നത്. കാരണം കർത്താവ് പറഞ്ഞൊരു ഉപമയുണ്ട്, മനോഹരമായിട്ടുള്ള ഒരു ഉപമയുണ്ട്. അത് എനിക്ക് തോന്നുന്നു അതിന്റെ കുറച്ചും കൂടി അർത്ഥം മനസ്സിലാകുന്ന ഇപ്പോഴാണ്. കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്താ പറയണ്ടേ, നിങ്ങളോട് എന്താ പറയണ്ടേ എന്നിങ്ങനെ ചിന്തിച്ചപ്പോ മനസ്സിലോട്ട് വന്ന ഒരു ഉപമ ഇങ്ങനെയാണ്. ഈശോ കുറച്ച് താലന്ത് കുറച്ച് മനുഷ്യരുടെ കയ്യിൽ കൊടുക്കുക. അതില് ചിലരൊക്കെ 2 താലന്തുള്ളവര് അത് 4 ആക്കുന്നുണ്ട്, 6 താലന്തുള്ളവര് അതിനെ ഇരട്ടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതില് 1 താലന്ത് മാത്രം കിട്ടിയെന്നും പറഞ്ഞ് അതിനെ കുഴിച്ചു മൂടിയ ഒരു വ്യക്തിയെ എടുത്തു കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ ആ 1 താലന്തുള്ള വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്ന രീതിയിൽ എവിടെയൊക്കെയോ ഇങ്ങനെ കുഴിച്ചിടുവാണ് ഞാൻ എന്റെ തല. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടിയ ഒരു പരിമിതി അല്ല, ഒരു എന്താ പറയാ, ആ ഒരു വിഷമത്തെ നിങ്ങൾ മനോഹരമായിട്ട് സന്തോഷമാക്കി മാറ്റുന്നു. ഇത് 213ാമത്തെ മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. 213. എന്തോരം ഇപ്പോഴും നിങ്ങൾ ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ നിങ്ങളുടെ ആ ഊർജ്ജസ്വലത മനസ്സിലാകുന്നുണ്ട്. വളരെ സന്തോഷം. ഈശോ പറഞ്ഞ അതേ താലന്തുകൾ ഞങ്ങളെക്കാളും ഈ മറ്റു വ്യക്തികളെക്കാളും കൂടുതൽ ഇരട്ടിപ്പിക്കുകയും അത് മധുരമമാക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷമാക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരാണ്. നിങ്ങളുടെ പരിമിതികള് നിങ്ങള് അത് നിങ്ങളെ വകവയ്ക്കാതെ നിങ്ങൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ, സംഘടിപ്പിക്കുന്ന ഓരോ മത്സരങ്ങൾ, അതിൽ പങ്കെടുക്കുന്നവർ, പരസ്പരം പ്രോത്സാഹനമൊക്കെ, എനിക്ക് എന്താ പറഞ്ഞത് അറിയാൻ പാടില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഈ കാട് കയറി പോകുന്നത്. എന്തായാലും സോളമൻ അച്ഛനുണ്ട്, അഡ്വക്കേറ്റും ഉണ്ട്, ജോസേട്ടനുണ്ട്, ലീന ചേച്ചിയുണ്ട്, ബാക്കി കുറച്ചു പേരൊക്കെ എനിക്ക് എല്ലാവരും അറിയത്തില്ല. എങ്കിലും ഒത്തിരി സ്നേഹത്തോടെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ഒത്തിരി സന്തോഷം കേട്ടോ എന്നെ വിളിച്ചതില്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജോസേട്ടൻ ഭയങ്കര 100-100ലാണ്. എല്ലാ ദിവസവും വിളിക്കും, അച്ഛാ വന്നം, എങ്ങനെയെങ്കിലും വന്നം, ഭയങ്കര പ്രോത്സാഹനം. ഇങ്ങനെ ചോദിക്കണം, അച്ഛൻ ഇങ്ങനെ പറയണം, അങ്ങനെയല്ല അച്ഛാ പറഞ്ഞോളൂ, അതങ്ങനെ പറഞ്ഞോളൂ, ഒരു വിഷയമില്ല, അങ്ങനത്തെ ഭയങ്കര പ്രോത്സാഹനമാണ്. അപ്പോ ഒത്തിരി സന്തോഷം കേട്ടോ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങളുടെ ജീവിതം കണ്ട് ഞാനൊക്കെ ഇങ്ങനെ എന്നിൽ കുഴിച്ചിട്ട കുറെ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി എടുക്കണം, കടുതപ്പിയൊക്കെ എടുക്കണം എന്ന് തോന്നുന്നതാണ്. ആ ഒരു പ്രോത്സാഹനത്തിന്, എന്റെ ഉള്ളിൽ തോന്നിയ ആ ഒരു പ്രചോദനത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും, ഒരാൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. താങ്ക് യു അച്ഛ. താങ്ക് യു അച്ഛന്റെ ഇത്ര തിരക്കിന്റെ ഉള്ളിലും ഞങ്ങളുടെയും
സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ വന്നതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു അച്ഛ. മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് ശ്രീമതി ഫിനർഗീവ് ആലപ്പാട്ട്. മാഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്ന. വെൽക്കം ടു സ്ക്രീൻ. നമസ്കാരം, എന്റെ പേര് ഫിനർഗീവ് എന്നാണ്. ഫിനാന്ന് വിളിക്കാം നിങ്ങൾക്ക് തന്നെ. ആരും ഫുൾ നെയിം എന്റെ ആരും വിളിക്കാറില്ല. വിളിക്കണ്ടെങ്കിൽ തന്നെ അത് പല പേരുകളായിട്ടാണ് വരാറ്. ഒരു വെറൈറ്റി പേരായാലുണ്ട്, വായിക്കുമ്പോ എന്നെ കൺഫ്യൂഷൻ. ദൈവത്തിന്റെ ദാനം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ എനിക്ക് നിങ്ങളുടെ ഈ സംഗമത്തിലെ ഒരു ഭാഗമാവാനായിട്ട് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കുന്നു. പിന്നെ എൻ്റെ അടുത്ത് വിൻചേട്ടനാണ്. വിൻചേട്ടൻ്റെ ഒരു കസിൻ കൂടിയാണ്. ആളാണെന്ന് വഴിയിൽ പോകുമ്പോ എന്നോട് ഇങ്ങനെ ഒരു ഇതില് ഗതിയാവാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിച്ചത്. അപ്പൊ ആദ്യം ഞാൻ നിരസിച്ചെങ്കിലും പിന്നീട് ആള് സ്നേഹിച്ച് നിർബന്ധത്തിന്റെ പുറത്താണ് ഞാൻ കയറിയത്. അപ്പൊ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾ പലരും ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ്. അതായത് നിങ്ങൾക്ക് വൈകല്യങ്ങളല്ല, നിങ്ങൾക്ക് കൂടുതലുകളാണ്. കാരണം ഞങ്ങൾ കണ്ണുണ്ടെങ്കിലും പുറത്തേക്കൊന്നും കാണണില്ല. ഞങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാലുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ നടന്നെത്തണില്ല എവിടെയും. പക്ഷെ അതൊക്കെ നിങ്ങള് അങ്ങനെ അനായാസം നേടുന്ന കാണുമ്പോൾ നമുക്കതിൽ ഭയങ്കര സന്തോഷമാണ്. എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു സംഭവമുണ്ട്. എന്റെ കാലില് നിറയെ മുരിച്ചില് ഇങ്ങനെ വരണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തില്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു, ഒരു ഈഗോ ആയിരുന്നു. എന്റെ കാലിൽ എങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഇറക്കം കുറഞ്ഞ പാവാടയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ +2-ലായിരിക്കുന്ന സമയത്താണ് എനിക്ക് പീസ് ഹോം പോപ്പോൾ മെഴ്സി ഹോം സന്ദർശിക്കൊരു അവസരം കിട്ടി, ഞങ്ങളുടെ NSSന്റെ ഭാഗമായിട്ട്. അപ്പൊ അവിടെയുള്ള മനുഷ്യന്മാരെ കണ്ടപ്പോഴാണ്, അവരുടെ കഴിവുകൾ കണ്ടപ്പോഴാണ് നമ്മൾ എത്ര സ്വാർത്ഥര അല്ലെങ്കിൽ എത്ര അഹങ്കാരികളാണെന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കിയത്. അപ്പൊ അതില് എന്റെ ജീവിതത്തിലെ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കി. എനിക്ക് ദൈവം തന്ന കഴിവുകളെ അതിനെ കുറിച്ചിട്ട് സന്തോഷത്തോടു കൂടി ദൈവത്തെ സ്തുതിക്കാൻ പറ്റി. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അതോടുകൂടി ദൈവം എനിക്ക് തന്നു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളിപ്പോ പലരും പറയും ഞങ്ങൾ അംഗപരിമിതരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കഴിവുകളില്ല. പക്ഷെ അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ദൈവം കുറെ കാര്യങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട്. എൻ്റെ ഒരു വല്യപ്പൻ ഉണ്ടായിരുന്നു. ആൾക്ക് തീരെ കണ്ണ് കാണില്ല. ഇപ്പൊ മരിച്ചു. അപ്പം ആള് കണ്ണ് കാണാതെ എത്താത്ത ലോകങ്ങളില്ല. കുറെ സ്ഥലങ്ങളിലേക്ക് തന്നെ ഒരാളുടെ സഹായം ഇല്ലാതെ എത്തും. പിന്നെ കുറെ എലിക്കൂടുകള് അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ ആള് സ്വന്തമായിട്ട് ഉണ്ടാക്കും. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ള കഴിവുകള് ഞങ്ങൾ കണ്ടെത്തണില്ല. പക്ഷെ നിങ്ങൾക്കുള്ള കഴിവുകള് നിങ്ങൾ ദൈവനന്മയ്ക്കായിട്ട് മാറ്റുമ്പോ അല്ലെങ്കിൽ അതിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമ്പോ, ഇപ്പൊ ലോകപ്രശസ്തരായ കുറെ ആൾക്കാരുണ്ട്. എല്ലാ കഴിവുകളും കൊടുത്തേക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ലോകത്തിന്റെ നെറുകയിലെത്തിയ ആൾക്കാര്. ഇപ്പൊ ഹെലൻ കെല്ലർ, പിന്നെ സുധാചന്ദ്രൻ, നിങ്ങളതൊക്കെ അറിയണ്ടായിരിക്കും, നർത്തകിയായിട്ടുള്ള സുധാചന്ദ്രൻ. ഇവരൊക്കെ ദൈവം തന്ന ആ കുറവുകളെ കഴിവുകളാക്കി മാറ്റിയവരാ. അപ്പൊ നമ്മളുടെ കഴിവുകള് എന്താണെന്നുള്ളതും നമ്മുടെ കുറവുകൾ എങ്ങനെ കഴിവുകളാക്കി മാറ്റാം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നന്മ. അല്ലെങ്കിൽ എനിക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇരിക്കുകയല്ല. നമ്മളുടെ കഴിവുകളെ പരമാവധി നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെ കഴിഞ്ഞേ മറ്റുള്ളവർക്ക് പറ്റൂ. അപ്പൊ ആദ്യം നമ്മളെ സ്നേഹിക്കുക. ദൈവം പറഞ്ഞേക്കണ പോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞേക്കണത്, ദൈവം പറഞ്ഞേക്കണത് ആദ്യം നിന്നെ തന്നെ സ്നേഹിക്കാനാണ്. അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ മുൻപിൽ അല്ലെ എനിക്ക് ഈ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവം എനിക്ക് ഇത്രയും കഴിവുകൾ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ അഭിവൃദ്ധിപ്പെടുത്താൻ അല്ലെങ്കിൽ അത് ദൈവ നന്മയ്ക്കായിട്ട് മനുഷ്യ നന്മയ്ക്കായിട്ട് മാറ്റാൻ കഴിയുമ്പോഴാണ് നമ്മളുടെ കഴിവുകൾ മറ്റുള്ളവർ ദൈവം അംഗീകരിക്കും. ഇപ്പൊ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ആ താലന്ത് എന്നുള്ളത് നമുക്ക് ടാലന്റുകളാക്കി മാറ്റാം. പലപ്പോഴും നമ്മൾ കാണാം പല വേദികളിലും നന്മകള്, അതായത് കഴിവുകള് ഇങ്ങനെ ഇല്ലാത്ത ആളുകളായാൽ പോലും അവര് ഓരോ കാര്യങ്ങളിൽ, ഇപ്പൊ നമ്മളുടെ സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇന്ന് ലോകം അറിയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോ നമുക്ക് നമ്മുടെ കഴിവുകള്, ദൈവം തന്ന നന്മകള്, ഞങ്ങള് കുറെ എല്ലാ കഴിവുകളുണ്ട് എന്ന് അഹങ്കരിക്കുന്ന ഞങ്ങള് ലോകത്തെ കാണാൻ പറ്റുന്നില്ല, കൂടെ ഇരിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കയ്യിലുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി നടക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ നമുക്ക് വേണ്ടി തന്നേക്കണ കഴിവുകൾ മാത്ര അല്ല, അത് മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ ആരും കുറവുകളുള്ളവരല്ല, എല്ലാവരും കൂടുതലുള്ളവരാണ്, ദൈവത്തിന്റെ മക്കളാണ്. അപ്പം നമുക്കിപ്പം ഈ അടുത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പണി എന്ന് പറഞ്ഞിട്ട്. അതിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു നായിക ഉണ്ടായിരിക്കും. സംസാരശേഷിയും കേൾവിശക്തി ഇല്ലാത്ത ഒരു സ്ത്രീയാണ് അതില് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അവരവരുടെ കുറവുകളെ നന്മകളാക്കി മാറ്റിയേക്കുക. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ദൈവം ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാ. കാരണം ദൈവത്തിന്റെ അടുത്തിരിക്കുന്ന ആൾക്കാരാ. ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. അപ്പൊ നിങ്ങളും അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും കൂടെ ചേർത്ത് നിർത്താനും ശ്രമിക്കുക. അതുപോലെ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കുറവുള്ള ആളാണെന്ന് ചിന്തിക്കാതെ സമൂഹത്തിന്റെ മുൻപില് ആ കുറവുകളല്ല, എനിക്കുള്ള കഴിവുകളാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ശ്രമിക്കണം. സമൂഹം നിങ്ങളെ അംഗീകരിക്കും. അംഗീകാരം നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കുക, നിങ്ങളെ തന്നെ ആദ്യം സ്നേഹിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക. കാരണം നമ്മളെ സ്നേഹിക്കാത്ത ഒരാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല. നിങ്ങളെ തന്നെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി. എന്നെ ഇതിലേക്ക് വിളിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കൂട്ടായ്മയില് വരിക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇത്രയും 213ാമത്തെ സ്നേഹസംഗമം എന്നൊക്കെ പറയുമ്പോ അത് കേൾക്കുമ്പോ തന്നെ വളരെ സന്തോഷമുണ്ട്. അപ്പൊ നന്ദി. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. മാഡത്തിന് പാട്ട് പാടാൻ അറിയോ? അയ്യോ, എനിക്ക് അങ്ങനെ പാടാനൊന്നും അറിയില്ല. അറിയുന്ന പോലെ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 4 വരി പാട്. എനിക്ക് പാടാനൊന്നും അറിയില്ല, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ 2 വരി പാടാം. ദൈവ സ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്ത, എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവ സ്നേഹം വർണ്ണിച്ചിടാം പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. താങ്ക് യു. ചിത്ര പാടിയ പോലെയാ. ഈസ് ബെറ്റർ. നന്നായിരിക്കുന്നു. സൂപ്പർ. എല്ലാവരും നമ്മളില് ഈ പറഞ്ഞ പോലെ എല്ലാവരിലും ഓരോ കഴിവുകൾ ദൈവം അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ കിട്ടുന്ന വേദികളിൽ അത് പ്രകടമാക്കുക. അപ്പൊ മാഡം കാണുന്ന വ്യക്തികൾ ഉണ്ടാവുള്ളൂ, ഞങ്ങളെ പോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികളെയും ചേർത്ത് പിടിക്കുക. എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ഞങ്ങളോടൊപ്പം ഇത്ര നേരം സംസാരിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു. നിങ്ങള് എന്നെ ക്ഷണിച്ചതിന് ഞാനാണ് നിങ്ങളോട് നന്ദി പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളായിട്ട് എന്നെ അംഗീകരിച്ചതിന് അല്ലെ അതിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായി എത്തിച്ചേർന്ന ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശനയുടെ സർവസ്വവുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പങ്ക് പ്രൊജക്റ്റിലെ ഭിന്നശേഷിയായിട്ടുള്ള മക്കളുടെ പാരന്റ്സിന്റെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. വിളിച്ചവരെല്ലാവരും തന്നെ എത്തിച്ചേർന്നു. അവർക്ക് നല്ലൊരു ഇൻപുട്ട് സെഷനായിട്ട് അത് മാറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളുടെ ആയിരിക്കുന്നത് പ്രൊഫസർ PC തോമസ് സാറിന്റെ കോച്ചിങ് സെന്ററിലാണ്. ഇന്ന് പ്രൊഫസർ PC തോമസിന്റെ ബർത്ത്ഡേയും കൂടിയിട്ടായിരുന്നു. ഇത് ആളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ വെച്ചതല്ല, ഇത് വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് മനസ്സിലായത് ആളുടെ ബർത്ത്ഡേ ആണെന്നുള്ളത്. അപ്പൊ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. പ്രൊഫസർ മാത്രം വന്നില്ല, സബ് കളക്ടർ ഇപ്പൊ തന്നെ പോയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ മാഡം, റീജ മാഡം, പിന്നെ ജിക്സൺ സാറ്, ഇവരൊക്കെ ക്ലാസ്സുകൾ എടുത്തു. പാരന്റ്സിന്റെ ഒരുവിധം എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവരിവിടെ ഇപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചിക്കൻ ബിരിയാണിയും വൈകിട്ട് കുഴിമന്തി ഒക്കെയാണ്. ഇപ്പൊ വേണമെങ്കിൽ വരാം, നമുക്ക് വന്ന ഒരു ദിവസം നിൽക്കാൻ പറ്റിയ. അപ്പൊ ഇത് ഒഫീഷ്യലായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ, ഒഫീഷ്യലല്ല. കാരണം ഞാൻ ഇവിടുത്തെ അത്രയും സന്തോഷം കൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മുടെ കുട്ടികളും പാരന്റ്സും എല്ലാവരും കൈകോർത്ത് നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു.
നമുക്ക് 5 കുട്ടികൾക്ക് ഓൾറെഡി ജോലി കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവർക്കാണ് 23 പേരില് ബാക്കിയുള്ളവർക്കാണ് നമ്മളിന്ന് ജോലി കൊടുക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെയൊക്കെ വലിയൊരു പ്രാർത്ഥനയും സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് ഒരു സന്ദേശമായിട്ട് ഞാൻ പറയുന്നില്ല. അടുത്ത 1-2 ദിവസത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളില് മഴവിൽ മനോരമയില് ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഒക്കെ നിങ്ങൾ കാണാറുണ്ടാവും, കേൾക്കാറുണ്ടാവും. അതിലേക്ക് നമ്മുടെ കുട്ടികള്, ഇവിടെ നിന്നുള്ള കുട്ടികളാണ്, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞായിരുന്നു. പക്ഷെ ആരും തന്നെ അതിന് മുന്നോട്ട് വന്നില്ല. മിനിയാന്നായിരുന്നു അതിന്റെ ലാസ്റ്റ് വീഡിയോ കൊടുക്കേണ്ട ദിവസം. കാത്തിരുന്നു, കാണാണ്ടായപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടികളെ വെച്ച് തന്നെ നമ്മളത് പ്രോഗ്രാം വീഡിയോ എടുത്തു കൊടുത്തു. അവര് തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു, ഒന്നുകൂടി വിളിച്ച് കൺഫേം ചെയ്യണം. ഏകദേശം പറഞ്ഞത് തിങ്കളാഴ്ച 21-ാം തീയതി ഏകദേശം 13-15 പേരോളം അവിടെ വന്ന് പ്രോഗ്രാം കാണാനൊരു അവസരം നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പൊ ദൈവത്തോട് നന്ദി പറയാം. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ ഈ കുട്ടികൾക്ക് പങ്കിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമുക്കൊരു എക്സ്പോഷർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ഈ ദിവസങ്ങളിൽ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. പിന്നെ മറ്റൊരു പ്രോഗ്രാം നമുക്ക് 26-ാം തീയതി അടുത്ത ശനിയാഴ്ച ഈ സമയം നമ്മുടെ ദർശന സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പൊ അതിലേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം. 27-ാം തീയതി പങ്കിന്റെ സമാപനമാണ്. എല്ലാവർക്കും വരാനായിട്ട് സാധിക്കും. അന്നും ഇതുപോലെ നേരത്തെ വിളിച്ചിരിക്കുകയാണ്, വിളിക്കാത്തത് കൊണ്ടാണ് വരാതിരുന്നതെന്ന് പറയാൻ പാടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നേരത്തെ വിളിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിയിക്കാറുണ്ട്. പക്ഷെ എല്ലാത്തിനും സ്വാഗതം. അന്നേ ദിവസം നമ്മുടെ പങ്കിന്റെ സമാപനമാണ്. ചിലപ്പോൾ ഒന്നും ഉറപ്പില്ല, കളക്ടർ വരാം, പിന്നെ സുവോളജി പാർക്കിലെ IFS എന്ന് പറഞ്ഞ ഡയറക്ടർ വരാം, അതുപോലെ തന്നെ ബോച്ച വരാം. ഇതൊക്കെ വരാൻ സാധ്യതകൾ മാത്രമേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ പറയാൻ വന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വരാം, കാണാം, കേൾക്കാം, നമ്മുടെ കുട്ടികളെ പരിചയപ്പെടാം. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വരുന്ന ഗസ്റ്റുകളുടെ എണ്ണത്തിലല്ല ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികളെ അവര് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മള് ഗസ്റ്റുകളായിട്ട് വരുന്നവര് നമ്മുടെ കുട്ടികളെ കാണുക, അവരുടെ വിഷമങ്ങളും വേദനകളും. ഇന്ന് കളക്ടറായിട്ട് ഒരു സംവാദം ഉണ്ടായിരുന്നു, സമ്മതിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ അവർക്കൊരു അവസരങ്ങൾ കേൾക്കില്ല. അവര് നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, എന്നിട്ട് IFS വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കറിയില്ല, എനിക്കറിയില്ലായിരുന്നു. IFS ഞാൻ പഠിച്ചു വെച്ചിരുന്ന IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്നുള്ളതാണ് ഞാൻ പഠിച്ചു വെച്ചത്. പക്ഷെ ഫോറസ്റ്റ് സർവീസ് എന്നുള്ളതാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കിയത്. അപ്പൊ നമുക്ക് പലതും പുതിയതാണ്, പുതുമയാണ് എല്ലാതും. അപ്പൊ അത് 3ാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണെന്ന് പറയുന്നത്. നമ്മുടെ IAS കഴിഞ്ഞാൽ IPS കഴിഞ്ഞാൽ IFS ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു പുതുമയാണ്. നമ്മുടെ ഭിന്നശേഷി കുട്ടികളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അവരൊക്കെ ഭിന്നശേഷി കുട്ടികളെ മനസ്സിലാക്കണം, പരിഗണിക്കണം. ഇവരും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് ഇവരെയൊക്കെ പഠിപ്പിക്കലാണ്. അതല്ലാണ്ട് അവര് വന്നതിന്റെ പേരിൽ നമുക്കൊരു സെൽഫി എടുത്തതിന്റെ പേരില് വലിയ പുതുമയൊന്നും നമുക്ക് കാണില്ല. അവര് വന്ന് പോകുന്ന അത്രേ ഉള്ളൂ. അവര് മനസ്സിലാക്കണം ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. അത് സെൽഫി ഒക്കെ എടുക്കാനായിട്ട് എനിക്കല്ല ഇതിന് നമ്മുടെ കുട്ടികൾക്ക് താല്പര്യമുണ്ടാവും. കുട്ടികൾ അവരെ കാണുന്നു, അവരെ ഇങ്ങനെയുള്ള വ്യക്തികളായിട്ട് കാണുന്നു. ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കളക്ടറൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ അടുക്കിലേക്ക് വരുന്നത്. ഞങ്ങൾ ദൂരങ്ങളിലും ഉന്നതങ്ങളിലും പോലീസ് പ്രൊട്ടക്ഷനിൽ ഒക്കെ ഇരിക്കുന്നവരൊക്കെ ആയിരിക്കാം. അപ്പൊ അതല്ല, അവരിലേക്ക് ഇറങ്ങി വരുന്നവരെയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്കൊക്കെ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കേണ്ട വ്യക്തികളാണ്. നമ്മളായിരിക്കുന്ന ഭിന്നശേഷി അവസ്ഥയിൽ പോലും നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛ. പുതിയ സംരംഭങ്ങൾ ദർശനയില് ഉണ്ടാവുന്നു. അതിന് ഏറ്റവും സന്തോഷം. എല്ലാവർക്കും എല്ലാവരുടെ പ്രാർത്ഥനയുണ്ടായിരിക്കും. ഇനിയും ഉയരങ്ങളിൽ ഒത്തിരി എത്തട്ടെ. നമ്മളിലുള്ള എല്ലാവർക്കും അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നന്ദി പറയുന്നതിനായി കുമാരി ലിജി അങ്കമാലിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എനിക്ക് നന്ദി പറയാനുള്ളത് ഇന്നത്തെ സ്നേഹസംഗമത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച നമ്മുടെ എല്ലാമായ റെവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനോട് എന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി എനിക്ക് നന്ദി പറയാനുള്ളത് ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന ചർച്ചിലെ അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ആൽവിൻ വെള്ളാഞ്ചിയിൽ അച്ഛനോട് എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു.
അടുത്തതായി എനിക്ക് നന്ദി പറയാനുള്ളത് ഈ സ്നേഹസംഗമത്തിൽ മുഖ്യ അതിഥിയായി എത്തിയ അഡ്വക്കേറ്റ് ശ്രീമതി ഫിനർഗീവ് ആലപ്പാട്ട് മാഡത്തിനോട് എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി ഈ സ്നേഹസംഗമത്തിന്റെ കോർഡിനേറ്ററും ദർശന ക്ലബിന്റെ PR-ഉമായ ശ്രീ പിയൂസ് കോട്ടപ്പുറത്തിനോടും കൺവീനർമാരോടും ഞാൻ നന്ദി പറയുന്നു. വളരെ മനോഹരമായി പ്രാർത്ഥന ഗാനം പാടിയ കുമാരി ക്ലാര ജോസഫിനോടും ഈ സ്നേഹസംഗമത്തിൽ വളരെ മനോഹരമായി ആങ്കർ ചെയ്യുന്ന കുമാരി ലീന MJ നാട്ടികയോടും ഞാൻ നന്ദി പറയുന്നു. ഈ സ്നേഹസംഗമത്തിൽ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്ത കുമാരി LC പഴുവിനോടും ഞാൻ നന്ദി പറയുന്നു. അടുത്തത് ഈ സ്നേഹസംഗമത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ ജോസ് കൊരട്ടിച്ചേട്ടനോട് ഞാൻ നന്ദി പറയുന്നു. ഈ ഗൂഗിൾ മീറ്റ് വൻ വിജയമാക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഇൻചാർജന്മാരോടും എല്ലാ ലീഡേഴ്സിനോടും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. ആരോടെങ്കിലും നന്ദി പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടും കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ലിജി. വളരെ മനോഹരമായി തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഇനി നമുക്ക് ഈ 213 സ്നേഹസംഗമം ഇവിടെ അവസാനിക്കുകയാണ്. 214 സ്നേഹസംഗമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഒത്തുചേരാമെന്ന പ്രത്യാശയോടെ നന്ദി, നമസ്കാരം. ലീന MJ നാട്ടിക.